ഹായ് ഹലോ സുനിൽ വിച്ച് വ്ളോഗ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ കഴിഞ്ഞ വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും ഒരുപാട് താങ്ക്സ്. അപ്പം ഇന്നും ഒരു സാരി വെച്ചിട്ടുള്ളൊരു ഔട്ട്ഫിറ്റ് ക്രിയേറ്റ് ചെയ്യാനാണ് പോകുന്നത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഒരു സ്റ്റിച്ചിങ് വീഡിയോ ആണ്. ഒരു ഹാഫ് സർക്കിൾ അംബ്രല്ല സ്കർട്ടും അതിൻ്റെ കൂടെ പെയർ ചെയ്യാനൊരു ടോപ്പുമാണ് ഞാൻ സ്റ്റിച്ച് ചെയ്യുന്നത്. 11 മുതൽ 12 വരെയുള്ള അളവിനാണ് സ്റ്റിച്ച് ചെയ്യാൻ പോകുന്നത്. അപ്പം നമുക്ക് ആദ്യം ഇതിൻ്റെ കട്ടിങ്ങിലേക്ക് കിടക്കാം. ആദ്യം നമുക്കിതിൻ്റെ ബോർഡർ കട്ട് ചെയ്ത് മാറ്റാം. ബോർഡർ സ്കേർട്ടിലോ ടോപ്പിലോ ഒരിടത്തും ഉപയോഗിക്കുന്നില്ല, പ്ലെയിനായിട്ടുള്ളതാണ് ചെയ്യുന്നത്. അപ്പോൾ ആദ്യം ഇതിൻ്റെ ബോർഡർ നമുക്ക് കട്ട് ചെയ്യാം. ബോർഡർ കട്ട് ചെയ്ത് മാറ്റിയതിന് ശേഷം അതിൽ നിന്ന് 2.5 മീറ്റർ സ്കേർട്ടിന് വേണ്ടിയിട്ട് കട്ട് ചെയ്തെടുത്തു. അതിനെ രണ്ടായിട്ട് ഫോൾഡ് ചെയ്തതിന് ശേഷം കോണോട് കോണ് ഫോൾഡ് ചെയ്താണ് ഇട്ടിരിക്കുന്നത്. അപ്പോൾ നമ്മൾ മേശയിലിട്ട് കട്ട് ചെയ്യാൻ ബുദ്ധിമുട്ടായതുകൊണ്ട് ഞാൻ തറയിലിട്ട് കട്ട് ചെയ്യുവാണ്. അപ്പോൾ ഇതിവിടെ ഞാൻ മെഷർമെൻറ്റ്സ് എങ്ങനെയാണെന്ന് പറഞ്ഞു തരാം. നമുക്കിവിടെ ആദ്യം നമ്മളിതിൻ്റെ റേഡിയസ് കണ്ടുപിടിക്കണം. അതിനായിട്ട് ആദ്യം ഹിപ്പ് സൈസ് നമുക്കിപ്പോൾ ഞാനിവിടെ എത്തിക്കുന്നത് 30 30 പ്ലസ് 2 ഇഞ്ച് എക്സ്ട്രാ ചേർത്ത ശേഷം 3.14. അത് എല്ലാ അളവിനും 3.14 തന്നെയാണ് റേഡിയസ് കണ്ടുപിടിക്കുന്നത്. അപ്പോൾ ഇവിടെ റേഡിയസ് കിട്ടിയിരിക്കുന്നത് 10.5 10 രണ്ട് സൈഡ് മാർക്ക് ചെയ്ത ശേഷം ജോയിൻ ചെയ്തൊരു വര വരയ്ക്കണം. അത് കഴിഞ്ഞിട്ട് നമ്മൾ ലെങ്ത് ഇവിടെ ഞാൻ 35 ലെങ്ത്. അപ്പോൾ നമ്മൾ ലെങ്ത് അളക്കുന്ന സമയത്ത് ഏറ്റവും ടോപ്പിൽ വെച്ച ശേഷം ഈ 10 കൂടെ കൂട്ടിയിട്ട് 35 പ്ലസ് 10 കൂടെ 45 ആയിട്ട് നമ്മൾ താഴെ മാർക്ക് ചെയ്യണം. അങ്ങനെ ഞാനിവിടെ മാർക്ക് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്കിത് കട്ട് ചെയ്തെടുക്കാം. പിന്നെ ഒരു കാര്യം കൂടെ ഉണ്ട്, ലെങ്ത് അളക്കുന്ന സമയത്ത് ഒരു 1.5 ഇഞ്ച് തയ്യൽ തുമ്പും കൂടെ ആഡ് ചെയ്യണം. 1 ഇഞ്ച് അടിഭാഗം മടക്കി അടിക്കാനും 1/2 ഇഞ്ച് മേൽഭാഗത്ത് പട്ട ജോയിൻ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വേണം. അപ്പം ഇങ്ങനെ കട്ട് ചെയ്ത് വരുമ്പോഴത്തേക്കും കുറച്ച് തുണി നമുക്ക് തികയാതെ വരും. മുകളിൽ നിന്ന് ഇങ്ങനെ കട്ട് ചെയ്തെടുക്കും. അവിടെ നമ്മൾ കുറച്ച് കട്ടിങ്സ് ജോയിൻ ചെയ്താണ് സ്റ്റിച്ച് ചെയ്യുന്നത്. ഹിപ്പിൻ്റെ അവിടെ നമ്മൾ വരയ്ക്കുമ്പോൾ തന്നെ കുറച്ച് ഒന്ന് സെൻറ്റർ ഒന്ന് കുഴിച്ച് വേണം വരയ്ക്കാൻ. നമ്മൾ ഇങ്ങനെ റൗണ്ട് ഷേപ്പിന് കിട്ടാൻ വേണ്ടിയിട്ട് നേരെ സ്ട്രെയിറ്റായി കട്ട് ചെയ്യരുത്, റൗണ്ടായിട്ട് തന്നെ കട്ട് ചെയ്തെടുക്കണം. ഇതേ സെയിം മെത്തേഡിൽ തന്നെ നമുക്കിതിൻ്റെ ലൈനിങ്ങും കട്ട് ചെയ്തെടുക്കാം. 2.5 മീറ്റർ, അത് ഞാനിവിടെ കാണിക്കുന്നത് 2.5 മീറ്റർ സെയിം ആയിട്ട് ഇതുപോലെ കട്ട് ചെയ്തെടുക്കാം. അടുത്ത് ഞാൻ ടോപ്പ് പാർട്ടാണ് കട്ട് ചെയ്യാൻ പോണത്. അതിനായിട്ട് ഇവിടെ ലൈനിങ് എടുത്തിട്ടുണ്ട്. ലൈനിങ് നമ്മൾ മടക്കിടുമ്പോൾ ഒരു കാര്യം ശ്രദ്ധിക്കുക, ഫ്രണ്ട് പാർട്ടിനേക്കാളും ഒരു 1/2 ഇഞ്ചോ അല്ലെങ്കിൽ ഒരു 1/4 ഇഞ്ചോ വിട്ടിട്ട് വേണം ബാക്ക് പാർട്ട് നമ്മൾ ഇടാൻ. ബാക്ക് പാർട്ട് ഓപ്പൺ ഉള്ള സൈഡ് വേണം ഇടാൻ. അപ്പോഴത്തേക്കും നമുക്ക് ബാക്കിൽ ഹുക്ക് വയ്ക്കുന്നതിന് വേണ്ടിയിട്ട് ഒരു 1/4 ഇഞ്ച് അടിച്ച് പോകും. അപ്പോൾ ഇതിൻ്റെ ടോപ്പിൻ്റെ ഫുൾ ലെങ്ത് എന്ന് പറയുന്നത് 17 മതി. 17 പ്ലസ് ഞാനിവിടെ 1 ഇഞ്ച് തയ്യൽ തുമ്പും കൂടെ ചേർത്ത് 18 എടുത്തിട്ടുണ്ട്. പിന്നെ ഷോൾഡറും ആം ഹോളും എന്ന് പറയണത് 6 ഇഞ്ചാണ്. രണ്ട് സെയിം തന്നെയാണ് എടുത്തിരിക്കുന്നത്. പിന്നെ ഫ്രണ്ട് നെക്ക് വിഡ്ത്ത് എന്ന് പറയുന്നത് 3 അതിൽ നമ്മൾ നെക്കിൻ്റെ ലെങ്ത് വന്നിട്ട് 4 ഇവിടെ എടുത്തിരിക്കുന്നത്. നിങ്ങൾക്ക് എത്രയാണോ നെക്ക് ലെങ്ത് വേണ്ടത് അതിൻ്റെ കൂടെ അത് സ്ട്രെയിറ്റായിട്ട് വരച്ച ശേഷം അതൊരു സ്ക്വയർ നെക്കായിരിക്കും. അതിൻ്റെ കൂടെ അവിടെ നിന്നൊരു 1 ഇഞ്ച് താഴോട്ട് നമ്മൾ മാർക്ക് ചെയ്തതിന് ശേഷം ഈ ചെസ്റ്റ് മുതൽ ഷോൾഡറിൻ്റെ ആം ഹോളിൻ്റെ ആ ഭാഗം വരെയുള്ള ഭാഗം കട്ട് ചെയ്തെടുക്കും. അപ്പം ഈ ഷോൾഡറിൻ്റെ അവിടെ വരുന്നത് നമ്മൾ വേറൊരു സ്ലീവ് ഇല്ലാതെയാണ് ഇതിന് ചെയ്യുന്നത്. അപ്പോൾ സ്ലീവിന് വേറൊരു പഫ് മോഡൽ പോലെ വരും. അപ്പോൾ അങ്ങനെ ചെയ്യാൻ വേണ്ടിയിട്ടാണ് പോകുന്നത്. അപ്പോൾ അങ്ങനെ കട്ട് ചെയ്ത് ബാക്കിൽ നമുക്ക് ആ കുഴിച്ചുള്ള കട്ടിങ് വേണ്ട, ഫ്രണ്ട് മാത്രം ഈ കുഴിച്ച് നമ്മളൊന്ന് കട്ട് ചെയ്തെടുക്കണം. പിന്നെ ഇതിൻ്റെ വേസ്റ്റ് എന്ന് പറയുന്നത് 7 പ്ലസ് 2 ഇഞ്ച് തയ്യൽ തുമ്പ്. ഹിപ്പ് എന്ന് പറയുന്നത് 8 പ്ലസ് 2 ഇഞ്ച് തയ്യൽ തുമ്പ്. പിന്നെ ഇതിനൊരു ഡാർട്ട് ഇടുന്നുണ്ട്. അത് മുകളിൽ നിന്ന് ഷോൾഡറിൻ്റെ അവിടെ നിന്ന് ചെസ്റ്റ് പോയിൻ്റ് വരെ ഉള്ള മാർക്ക് ചെയ്തതിന് ശേഷം വിഡ്ത്ത് ഒരു 3.5 കൊടുത്തിട്ട് അവിടെ നിന്ന് താഴേക്കൊരു ലൈൻ മാർക്ക് ചെയ്തിട്ട് ലൈനിൽ 1/2 ഇഞ്ച് അപ്പുറം ഇട്ട് 1 ഇഞ്ചിലാണ് നമ്മളുടെ ഡാർട്ട് മാർക്ക് ചെയ്യുന്നത്. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇതിനകത്ത് വരുന്നത്. നമുക്കിതിന് കട്ട് ചെയ്തതിന് ശേഷമുള്ളത് കാണാം. അപ്പം കട്ടിങ് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഫ്രണ്ട് കുറച്ച് കുഴിച്ച് കട്ട് ചെയ്യാനുള്ളതുകൊണ്ട് ബാക്ക് പാർട്ട് എടുത്ത് മാറ്റിയ ശേഷം നമുക്ക് ഫ്രണ്ട് ഒന്ന് കുഴിച്ച് കട്ട് ചെയ്യാം. അപ്പോൾ ഫ്രണ്ടും ബാക്കും കട്ട് ചെയ്ത് കഴിഞ്ഞിട്ട് നേരെ നമ്മളിത് മെയിൻ ക്ലോത്തിലേക്ക് ഇത് വെച്ച് അളവിന് കട്ട് ചെയ്തെടുക്കുന്നതാണ്. അങ്ങനെ ഇതിൻ്റെ ഫ്രണ്ടും ബാക്കും കട്ടിങ് കഴിഞ്ഞു. ഇനി നമ്മൾ ഇതിലേക്ക് ഷോൾഡറിൻ്റെ അവിടെ ജോയിൻ ചെയ്യാനായിട്ട് എടുത്തിരിക്കുന്ന ഒരു ക്ലോത്ത് ഉണ്ട്. അത്
ഈ ക്ലോത്തിൻ്റെ അളവെന്ന് പറയുന്നത് നമ്മുടെ ഫ്രണ്ട് നെക്ക് ലെങ്ത് നമ്മൾ എത്രയാണ് എടുത്തത്, ബാക്ക് നെക്ക് ലെങ്ത് എത്രയാണ് എടുത്തതെന്ന് നോക്കിയിട്ട് അതിൻ്റെ കൂടെ 1 ഇഞ്ച്, അര ഇഞ്ച് വീതം തയ്യൽ തുമ്പ് ചേർത്ത ശേഷം അതിൻ്റെ നീളം കണ്ടുപിടിക്കുക. അത് കഴിഞ്ഞിട്ട് ഇതിൻ്റെ വിട്ത് എന്ന് പറയുന്നത് ഞാനിവിടെ ഒരു 15 എടുത്തിട്ടുള്ളൂ. അപ്പോൾ 15 എടുക്കുമ്പോൾ ഒരു അത്യാവശ്യം പ്ലേറ്റ് കിട്ടും. നിങ്ങൾക്ക് അതിൽ കൂടുതൽ പ്ലേറ്റ് വേണമെന്നുണ്ടെങ്കിൽ അതനുസരിച്ച് എടുക്കാം. അപ്പോൾ അതാണ് ഇതിൻ്റെ വിട്ത്തും ലെങ്ത്തും. അത് കഴിഞ്ഞ് ഇനി സ്കേർട്ട് സ്റ്റിച്ച് ചെയ്യാം. സ്കേർട്ട് സ്റ്റിച്ച് ചെയ്യുമ്പോഴത്തേക്കും അരവണ്ണത്തിൻ്റെ അവിടെ നിന്ന് കുറച്ച് ഒരു 3 ഇഞ്ച് മതിയോ, 3-4 ഇഞ്ച് ഇറക്കി വേണം സ്റ്റിച്ച് ചെയ്യാൻ. 2 സൈഡും അതുപോലെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. ലൈനിങ് തുണിയിലും ഇതേ മെത്തേഡ് തന്നെ ഉപയോഗിച്ച് സ്റ്റിച്ച് ചെയ്യുക. അത് കഴിഞ്ഞ ശേഷം സൈഡ് ജോയിനിങ് കഴിഞ്ഞ ശേഷം ഈ ലൈനിങ് നമ്മുടെ ഈ മെയിൻ ക്ലോത്തിനുള്ളിലേക്ക് ഇറക്കണം. ഇറക്കിയ ശേഷം നമുക്ക് ഇതിലേക്ക് പട്ട വെച്ച് ജോയിൻ ചെയ്യാം. പട്ട ഇവിടെ ജോയിൻ ചെയ്യാനായിട്ട് ഞാനിവിടെ എടുത്തിരിക്കുന്നത് 5 ഇഞ്ച് വീതിയിലുള്ള ഒരു തുണിയാണ്. പിന്നെ നീളം എന്ന് പറഞ്ഞത് ഹിപ്പ് സൈസ് തന്നെയാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ അതും കൂടെ ജോയിൻ ചെയ്ത ശേഷം നമ്മൾ ബ്ലൗസ് സ്റ്റിച്ച് ചെയ്യാൻ പോകണം. ബ്ലൗസ് സ്റ്റിച്ച് ചെയ്യുമ്പോൾ നമ്മൾ ഈ ഷോൾഡർ ജോയിൻ ചെയ്യാൻ വേണ്ടി എടുത്ത ഈ ഭാഗം ഇതുപോലെ പ്ലേറ്റ് ഇട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കുക. ജോയിൻ്റ് വരുന്ന സ്റ്റിച്ചിങ് അകത്തോട്ട് വരണം. ഇനി നമുക്കത് നേരെ ക്ലോത്തിലേക്ക് വെച്ച് പിടിപ്പിക്കാം. നമ്മളിവിടെ ആദ്യം ലൈനിങ് ഇടണം. ലൈനിങ്ങിൻ്റെ പുറത്ത് ഈ ജോയിൻ്റ് ചെയ്യാനുള്ള ഭാഗം വെക്കണം. അത് കഴിഞ്ഞിട്ട് മെയിൻ ക്ലോത്തിൻ്റെ നല്ല വശം വെച്ച് നമുക്കിതൊന്ന് ഫുള്ളായിട്ട് ആം ഹോളിൻ്റെ അവിടെ നിന്ന് ഫുള്ളായിട്ട് സ്റ്റിച്ച് ചെയ്ത് വരാം. അതുപോലെ തന്നെ ഫ്രണ്ടിലെയും ബാക്കിലെയും പീസിൽ വെച്ച് ഇതുപോലെ ജോയിൻ ചെയ്തെടുത്തിട്ട് നമുക്ക് അടുത്തതിന് ഇതാണ് സ്റ്റിച്ചിങ് കഴിഞ്ഞിട്ടുള്ളത്. ഇനി നമുക്കിതിൽ ചെയ്യാനുള്ളത് ബാക്ക് പാർട്ട് സെൻറ്റർ പാർട്ടൊന്ന് കട്ട് ചെയ്യണം. ബാക്ക് പാർട്ടിൻ്റെ സെൻറ്റർ നോക്കി കട്ട് ചെയ്തതിന് ശേഷം ഇതുപോലെ 2 ജോയിൻറ്റ് വെച്ച് കൊടുക്കണം. ഒന്ന് 2.5 ഇഞ്ച് വീതിയും ഒന്ന് 3 ഇഞ്ച് വീതിയിലുമാണ് എടുത്തിരിക്കുന്നത്. 2.5 ഇഞ്ച് വരുന്നത് നമ്മൾ ഹുക്ക് വയ്ക്കുന്ന ഭാഗത്തും 3 ഇഞ്ച് വീതി വരുന്നത് നമ്മുടെ ഐ വയ്ക്കുന്ന ഭാഗത്തുമായിട്ട് വയ്ക്കുന്നുണ്ട്. അപ്പോൾ ബാക്കിൽ ഹുക്കൊക്കെ വെച്ച് കഴിഞ്ഞു. ഇനി നമുക്ക് കുറച്ച് ബീഡ്സ് വർക്കും കൂടെ ചെയ്തതിന് ശേഷം നമുക്കിതിൻ്റെ ഫൈനൽ ലുക്ക് എങ്ങനെയുണ്ടെന്ന് നോക്കാം. അപ്പോൾ ഇതാണ് ഇട്ട് കഴിഞ്ഞിട്ടുള്ള ഫൈനൽ ലുക്ക്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക. ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഇതുവരെ സപ്പോർട്ട് ചെയ്യുന്ന എല്ലാവർക്കും ഒരുപാട് താങ്ക്സ്. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ ടാറ്റ ബൈ ബൈ.